Meet the editors. നമുക്കിപ്പം പിയാസൺ കൂടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സംവിധാനം വഴി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ജി സുധാകരൻ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴയിൽ നിന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകും എന്ന വാർത്ത ആദ്യം പ്രേക്ഷകരെ അറിയിച്ചത് ഞങ്ങളുടെ ആലപ്പുഴയിൽ നിന്നും മനീഷ് മഹിപാലാണ്. ഈ വാർത്ത ഇന്നലെ രാത്രിയിൽ തന്നെ റിപ്പോർട്ടർ ബ്രേക്ക് ചെയ്തിരുന്നതാണ്. വ്യക്തമായ വിവരം റിപ്പോർട്ടറിന് ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ജി സുധാകരൻ പാർട്ടി അംഗത്വം പുതുക്കില്ല എന്ന വാർത്തയും ആദ്യം റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടറാണ്. ഈ രണ്ടു വാർത്തകളും പിന്നീട് ജി സുധാകരൻ ശരിവയ്ക്കുകയുണ്ടായി. ചോദ്യം ഇതാണ്: കൈ തുണയ്ക്കുമോ? നമുക്കിപ്പം പിയാ സുനിലുണ്ട്. പിയാ സുനിൽ, ഗുഡ് ഈവനിങ്. പിയാ സുനിൽ, അങ്ങനെ ജി സുധാകരൻ ഇനി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല. പാർട്ടിയിൽ നിന്ന് അദ്ദേഹം സ്വയം പുറത്തു പോയിരിക്കുന്നു, സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചിരിക്കുന്നു. അദ്ദേഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ചിഹ്നത്തിനെതിരെ മത്സരിക്കും. കൈ തുണയ്ക്കുമോ എന്നതാണ് ചോദ്യം. UDF ഉറപ്പായും സുധാകരനെ സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സുധാകരൻ എന്ന് പറയുന്ന സുധാകരൻ്റെ ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിലെ ഒരു ഗോൾഡൻ ചാൻസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം കോൺഗ്രസിന് വീണ് കിട്ടിയ വലിയൊരു തുറുപ്പ് ചീട്ടായി ഈ സുധാകരൻ എന്ന കാര്യത്തിലും തർക്കമില്ല. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരൻ്റെ പാർട്ടിയിൽ നിന്നുള്ള പുറത്തുപോക്കും അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥിത്വമൊക്കെ തന്നെ കോൺഗ്രസും UDFും ഒക്കെ ആഘോഷിക്കാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സൂചനകൾ ഇപ്പോൾ തന്നെ പ്രകടമാണ്. ഇന്ന് ജി സുധാകരൻ്റെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് തൊട്ട് പിന്നാലെ ആദ്യത്തെ പ്രതികരണം വരുന്നത് രമേശ് ചെന്നിത്തലയിൽ നിന്നാണ്. തൊട്ട് പിന്നാലെ തന്നെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ പ്രതികരണം വരുന്നു. അപ്പോൾ നമുക്ക് വളരെ കൃത്യമാണ്, ഇത് വളരെ കൃത്യമായി തന്നെ നിശ്ചയിച്ച പോലെയുള്ള പ്രതികരണങ്ങൾ വരികയാണ്. ഏതായാലും ജി സുധാകരനെ സംബന്ധിച്ചിടത്തോളം പാർട്ടി അദ്ദേഹത്തെ അവഗണിച്ചു, പാർട്ടിയിൽ നിന്ന് ഒരുപാട് അപമാനം നേരിടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്തു പോകാൻ അദ്ദേഹം സ്വയം തീരുമാനിച്ചതാണ്. അതേസമയം പാർട്ടിയുടെ ആശയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല, പാർട്ടിയുടെ വികസന നയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല, കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളോട് അദ്ദേഹത്തിന് വിയോജിപ്പില്ല. പാർട്ടിയെ അദ്ദേഹം ഇപ്പോഴും വലിയ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയധാരയായി അദ്ദേഹം ഉയർത്തി കാണിക്കുന്നുണ്ട്. അപ്പോഴും ചില വ്യക്തികളോടുള്ള അദ്ദേഹത്തിൻ്റെ വിരോധമാണ് പ്രധാന കാരണമായി ജി സുധാകരൻ ചൂണ്ടിക്കാട്ടിയത്. അങ്ങനെ ചൂണ്ടിക്കാട്ടിയ ശേഷമാണ് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്, അതും ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത്. മാത്രമല്ല, പാർട്ടി തീരുമാനത്തിന് വിരുദ്ധമായി അത് തള്ളിക്കൊണ്ട് ജി സുധാകരൻ സ്വയം സ്ഥാനാർത്ഥിയായി ഇപ്പോൾ മത്സരിക്കാൻ പോകുന്നു. ഉറപ്പായും UDF എടുക്കാൻ പോകുന്ന തീരുമാനം എന്നത് ജി സുധാകരന് പിന്തുണ നൽകുക എന്ന് തന്നെയാണ്. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ UDFും കോൺഗ്രസും പിന്തുണ പ്രഖ്യാപിക്കും. അങ്ങനെ UDFിൻ്റെയും കോൺഗ്രസിൻ്റെയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിൽ ജി സുധാകരൻ സ്ഥാനാർത്ഥിയാകാൻ പോവുകയാണ്. ജി സുധാകരനെ കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ വലിയ താല്പര്യമുണ്ട്. അദ്ദേഹം പ്രവർത്തിച്ചു തുടങ്ങിയ കാലത്തൊക്കെ തന്നെ അദ്ദേഹത്തിന് പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, MLA ആകണം, നിയമസഭയിലെത്തണം എന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അത് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തന കാലത്ത് അദ്ദേഹം കൊണ്ടു നടന്നിട്ടുള്ള ഒരു ആഗ്രഹം തന്നെയാണ്. മുൻപ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, മുൻപ് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് ജി സുധാകരൻ്റെ പേര് ഉൾപ്പെടുത്തിയപ്പോൾ ആ സെക്രട്ടേറിയറ്റിൽ നിന്ന് തൻ്റെ പേര് ഒഴിവാക്കണം എന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ആവശ്യപ്പെട്ട നേതാവാണ് ജി സുധാകരൻ. കാരണം അന്ന് പാർട്ടിയിൽ ഒരു തീരുമാനമുണ്ടായിരുന്നു, സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കൾ പാർട്ടിയുടെ സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്ന് ഒരു തീരുമാനം അന്ന് പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ അന്ന് ആ ഒരു തീരുമാനം ഉണ്ടായതുകൊണ്ട് തന്നെ ജി സുധാകരൻ എടുത്ത നിലപാട് എന്ന് പറയുന്നത് സെക്രട്ടേറിയറ്റിൽ നിന്ന് തന്നെ ഒഴിവാക്കണം എന്നതാണ്. കാരണം സുധാകരനെ സംബന്ധിച്ചിടത്തോളം മത്സരിച്ച് നിയമസഭയിലെത്തുക, മന്ത്രിയാവുക, അങ്ങനെ പ്രവർത്തിക്കുക എന്നൊരാഗ്രഹം സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അപ്പോൾ 2021 ജി സുധാകരൻ മത്സരിക്കേണ്ടതില്ല എന്നൊരു തീരുമാനം CPIM എടുക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അന്ന് CPIMലെ ഒരു തലമുറ മാറ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നത്. പുതുമുഖങ്ങളായ നേതാക്കളെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള തീരുമാനമെടുക്കുന്നു. ജി സുധാകരനെ മാത്രമല്ലല്ലോ, തോമസ് ഐസക്കിനെ മാറ്റി നിർത്തി, AK ബാലനെ മാറ്റി നിർത്തി, അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് നേതാക്കളെ മാറ്റി നിർത്തി. പക്ഷേ ജി സുധാകരനെ സംബന്ധിച്ച് അത് വലിയൊരു പ്രഹരമായിരുന്നു. അദ്ദേഹം അങ്ങനെയാണ് അതിനെ കണ്ടത്. 2026 തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഈ ഒരു തീരുമാനത്തിൽ മാറ്റം വരാൻ പോകുന്നു. വിജയമാണ് പ്രധാനം എന്ന് കണക്കാക്കിക്കൊണ്ട് മുതിർന്ന നേതാക്കളെയൊക്കെ
സ്ഥാനാർത്ഥിയൊക്കെ മത്സരിപ്പിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നു. അതിൽ ജി സുധാകരൻ വലിയ പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് പരിഗണിക്കുമെന്നൊക്കെ. പക്ഷേ പാർട്ടിയിൽ അങ്ങനെ ഒരു പരിഗണന വരുന്നില്ല എന്ന് ഉറപ്പായതോടെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാനും അംഗത്വം പുതുക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് പോകാനുമുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ തന്നെ സുധാകരൻ നേരത്തെ തന്നെ നിശ്ചയിച്ചതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ സുധാകരനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് കൂടെ നിർത്തുന്നതിലൊക്കെ തന്നെ പാർട്ടി ഘടകങ്ങളിൽ ജില്ലാ കമ്മിറ്റിയിലായാലും സംസ്ഥാന തലത്തിലായാലും ഒക്കെ തന്നെ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ജി സുധാകരൻ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവാണ്. അത് അദ്ദേഹത്തിന് തന്നെ ബോധമുണ്ടാകേണ്ടതാണ്. ആലപ്പുഴ എന്ന് പറയുന്ന ജില്ല നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ തന്നെ വളർച്ചയ്ക്ക് ജീവനും ശ്വാസവും നീരും ചോരയും ഒക്കെ നൽകിയ ഒരു ജില്ലയാണ് ആലപ്പുഴ എന്ന് പറയുന്നത്. പി കൃഷ്ണപിള്ളയുടെ നാടാണ്. വി എസ് അച്യുതാനന്ദനെ പോലെ ഒരാൾ അവിടെ പാർട്ടിയെ സംഘടിപ്പിക്കാൻ, പാർട്ടിയെ വളർത്താൻ നടത്തിയിട്ടുള്ള ത്യാഗങ്ങളൊക്കെ തന്നെ നമുക്കറിയാം. അപ്പോൾ വി എസിൻ്റെയൊക്കെ ഒരു പിൻഗാമിയായിട്ടാണ് ജി സുധാകരനൊക്കെ തന്നെ ആലപ്പുഴയിൽ പിന്നീട് പാർട്ടിയുടെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. ഒരു സാധാരണക്കാരനായ വ്യക്തിയല്ല ജി സുധാകരൻ എന്ന് പറയുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് സമരം നടത്തി ജയിലിൽ പോയ നേതാവാണ്. ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ള നേതാവൊക്കെ തന്നെയാണ്. പക്ഷേ അദ്ദേഹം ഇത്രയും കാലത്തിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയൊരു തീരുമാനമെടുത്ത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയത് ശരിയാണോ എന്നത് പ്രധാനപ്പെട്ടൊരു ചോദ്യം തന്നെയാണ്. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിനെ സംഘടനാപരമായി എടുക്കുന്ന ചില തീരുമാനങ്ങളുടെ കാര്യത്തിൽ ഒരു രീതിയൊക്കെയുണ്ട്. അതൊരു കേഡർ പാർട്ടിയാണ്. അപ്പോൾ കേഡർ പാർട്ടിയിൽ പരസ്യമായി നേതാക്കൾ അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പോൾ അത് CPIM അംഗീകരിക്കണമെന്നില്ല. ഏതായാലും തെരഞ്ഞെടുപ്പ് 2021 തെരഞ്ഞെടുപ്പിൽ H സലാമിൻ്റെ ഭൂരിപക്ഷം കുറഞ്ഞുപോയി എന്നതാണ് ജി സുധാകരനെതിരെയുള്ള ഒരു പാർട്ടിയുടെ താക്കീതിനൊക്കെ തന്നെ കാരണമായത്. അതാണ് അദ്ദേഹത്തെ കൂടുതൽ ചൊടിപ്പിച്ചത്, അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്, ഇങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് പിന്നീട് പോകാനുള്ള ഒരു കാരണത്തിലേക്കൊക്കെ തന്നെ നയിച്ചത് എന്നാണ് അദ്ദേഹം തന്നെ വിലയിരുത്തുന്നത്, അദ്ദേഹം തന്നെ പറയുന്നത്. പക്ഷേ അദ്ദേഹം ഇപ്പോഴെടുക്കുന്ന ഈ നിലപാട് എത്രത്തോളം അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് ഒത്തുചേരുന്നതാണെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഏതായാലും ജി സുധാകരൻ എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തുറുപ്പ് ചീട്ടായി പോവുകയാണ്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ തെരഞ്ഞെടുപ്പിൽ LDFനെയും CPMനെയും പരാജയപ്പെടുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല എന്ന കാര്യം UDFന് വളരെ വ്യക്തമായി തന്നെ അറിയാം. ഈ UDFനെ ഈ തെരഞ്ഞെടുപ്പിൽ നയിക്കുന്ന സുനിൽ കനകോലുവിൻ്റെ റിപ്പോർട്ടിൽ തന്നെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. വലിയ ശക്തമായ പോരാട്ടമായിരിക്കും, നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും കേരളത്തിൽ നടക്കാൻ പോവുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് സുനിൽ കനകോൽ തന്നെ അടിവരയിട്ട് പറയുന്നതാണ്. ശബരിമല ഏതാണ്ട് തീർന്നുപോയി, ആരോഗ്യരംഗത്തെ പ്രശ്നങ്ങൾ ഏതാണ്ട് തീർന്നുപോയി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞിട്ടുള്ള PRD പരസ്യവുമായി ബന്ധപ്പെട്ട വിവാദവും ഇപ്പോൾ ഹൈക്കോടതിയിൽ വലിയ പിന്തുണ കിട്ടാത്ത സാഹചര്യമാണ്. മറ്റ് ഒരുപാട് കേസുകൾ UDFും കോൺഗ്രസും ഒക്കെ ഉയർത്തിക്കൊണ്ടുവന്ന സർവേയുടെ കാര്യത്തിലായിക്കോട്ടെ, മെസ്സേജിൻ്റെ കാര്യത്തിലായിക്കോട്ടെ, ഉയർത്തിക്കൊണ്ടുവന്ന കേസുകളെല്ലാം കോടതി തള്ളിയ സാഹചര്യമാണ്. കോടതിയിൽ നിന്നൊക്കെ തന്നെ വലിയ പ്രഹരമാണ് UDFനും കോൺഗ്രസിനും ഒക്കെ തന്നെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ നേരിടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ വിള്ളലുകൾ ഉണ്ടാകണം, എതിർ ശബ്ദങ്ങൾ ഉണ്ടാകണം. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ LDF പരാജയപ്പെടുകയാണെങ്കിൽ അത് ഇടത് മനസ്സുള്ള ആളുകൾ മാറി ചിന്തിച്ചതുകൊണ്ടാകും ആകാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ആ ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുക, അങ്ങനെയൊരു സാധ്യത ഉണ്ടെങ്കിൽ മാത്രമേ കേരളത്തിൽ UDFന് വിജയിക്കാൻ കഴിയുകയുള്ളൂ എന്നത് UDFന് വളരെ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ സുധാകരൻ എന്ന് പറയുന്നത് ഇത്തവണ UDFൻ്റെ വലിയ ആയുധമാണ്. ആ ആയുധം ഉയർത്തിപ്പിടിച്ച് തന്നെയായിരിക്കും CPMനകത്ത് കലാപമാണ്, LDFനകത്ത് കലാപമാണ് എന്ന പ്രചരണം കേരളത്തിൽ UDF ഉയർത്താൻ പോകുന്നത്. അതിന് സുധാകരൻ ഒരു കാരണമാകുന്നു എന്നാണ്. അപ്പോൾ താൻ വിശ്വസിച്ച പാർട്ടിക്കെതിരെ തന്നെ സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ തിരിയുകയാണ്. അങ്ങനെ ആ പാർട്ടിയെ തകർക്കാൻ തന്നെ കോൺഗ്രസിനൊരു ആയുധമാക്കാൻ വിട്ടുകൊടുക്കുകയാണ് സുധാകരൻ എന്ന് ഞാൻ പറയും. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ കൈ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കൈ തുണയ്ക്കുമോ എന്ന് വെച്ചാൽ കോൺഗ്രസ് പിന്തുണയ്ക്കുമോ എന്നുള്ളതാണ് അർത്ഥമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ അർത്ഥത്തിൽ ഇപ്പോൾ അടുത്ത വിസ്മയം എന്ന രൂപത്തിലാണ് പ്രതിപക്ഷ നേതാവ് ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. മാത്രമല്ല ജി സുധാകരന്റെ വാർത്താസമ്മേളനത്തിന് തൊട്ടു പിന്നാലെ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളൊക്കെ പ്രതികരിക്കുന്നു. സണ്ണി ജോസഫ് പ്രതികരിക്കുന്നു, രമേശ് ചെന്നിത്തല പ്രതികരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന്റെ തീരുമാനത്തെ പിന്തുണയ്ക്കുകയാണ്. ഏറ്റവും ഉത്തമനായ കമ്മ്യൂണിസ്റ്റാണ് ജി സുധാകരൻ എന്ന പ്രതികരണമാണ് ഇതിൽ രമേശ് ചെന്നിത്തല അടക്കം നടത്തിയിട്ടുള്ളത്. അപ്പോൾ
എല്ലാ തരത്തിലും ജി സുധാകരനെ പിന്തുണയ്ക്കുന്നു എന്നൊരു സൂചന നൽകുന്നു. ഇനി തെരഞ്ഞെടുപ്പിൽ പിന്തുണയ്ക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു കൂടിയാലോചനയ്ക്ക് ശേഷം അത് പ്രഖ്യാപിക്കും. അതിനുള്ള താമസമേ ഉള്ളൂ. ഇപ്പോൾ ജി സുധാകരൻ നീണ്ട 1.5 മണിക്കൂറുള്ള വാർത്താ സമ്മേളനത്തിന് ശേഷം ഒരു പോസ്റ്റുമൊക്കെ ഇട്ടിട്ടുണ്ട്. ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ചേർന്നിട്ടില്ല. ഒരു പാർട്ടിയുടെയും പിന്തുണ അഭ്യർത്ഥിച്ചിട്ടില്ല. ജാതിമത വ്യത്യാസമില്ലാതെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ അമ്പലപ്പുഴ മണ്ഡലത്തിലെ എല്ലാ വോട്ടർമാരുടെയും വോട്ടും പിന്തുണയും അഭ്യർത്ഥിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനൊരു ആത്മവിശ്വാസമുണ്ട്. കാരണം 2016 അദ്ദേഹത്തിന് കിട്ടിയ ഭൂരിപക്ഷമാണ് ആ ആത്മവിശ്വാസം എന്നുള്ളത്. 22,618 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. അതിനുശേഷമുള്ള 2021 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ലല്ലോ. അദ്ദേഹത്തിന് പിന്നീട് അവസരം നിഷേധിക്കുകയായിരുന്നു. അപ്പോൾ ആ മത്സരത്തിൽ അവിടെ എച്ച് സലാം മത്സരിക്കുമ്പോൾ എച്ച് സലാമിന്റെ ഭൂരിപക്ഷം എന്നുള്ളത് 11,251 ആയിരുന്നു. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. ജി സുധാകരൻ മത്സരിക്കുമ്പോൾ കിട്ടിയ ഭൂരിപക്ഷമല്ല എച്ച് സലാം മത്സരിക്കുമ്പോഴുള്ള ഭൂരിപക്ഷം എന്നുള്ള വ്യത്യാസമുണ്ട്. 4 തവണ MLA ആയി, 10 വർഷം മന്ത്രിയായി, ആ നിലയ്ക്ക് പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള സ്ഥാനങ്ങളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു. സംസ്ഥാന കമ്മിറ്റി അംഗമായി അദ്ദേഹം തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തെ അവിടുന്ന് മാറ്റിയത് എന്നുള്ള കാര്യമുണ്ട്. അദ്ദേഹത്തിന് ജില്ലയിൽ പ്രവർത്തിക്കാനാണ് താല്പര്യമെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയും ബ്രാഞ്ച് എന്നതിൽ പോവുകയും അതിൽ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ചായി മാറുന്ന അഭിഭാഷകരുടെ ബ്രാഞ്ചിലേക്ക് അദ്ദേഹത്തെ മാറ്റിവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം അവിടുത്തെ പ്രാദേശികമായ നേതാക്കൾ എടുത്തിരിക്കുന്ന നിലപാടുകളൊക്കെയാണ് അദ്ദേഹത്തിന് വലിയ പിണക്കമുണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ്. ഒരു വലിയ കൗതുകം. താനൊരു നല്ല കമ്മ്യൂണിസ്റ്റാണ് എന്ന് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടാണ് ഇന്ന് വാർത്താസമ്മേളനം നടത്തുന്നത്. അദ്ദേഹത്തിന് കമ്മ്യൂണിസ്റ്റ് നയപരിപാടിയോട് ഒരു എതിർപ്പുമില്ല. അദ്ദേഹം മൂലധനവും മാനിഫെസ്റ്റോയും ദിവസവും വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് എത്ര പാർട്ടി കോൺഗ്രസിൽ പങ്കെടുത്തു എന്ന അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം ഇന്ന് വാർത്താസമ്മേളനത്തിൽ പറയുന്നത് പാർട്ടി രേഖകൾ വീണ്ടും വീണ്ടും വായിച്ച് ഉൾക്കൊള്ളുന്ന, പാർട്ടിയുടെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായി ധാരണയുള്ള ഒരു നേതാവാണ്. അപ്പോൾ താൻ ഒരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആണെന്ന് അദ്ദേഹം പറയുന്നു. ഒരു കമ്മ്യൂണിസ്റ്റായി തന്നെയാണ് അദ്ദേഹം സ്വതന്ത്രനായി മത്സരിക്കുന്നത്. പിന്തുണയ്ക്കുന്നവർക്ക് തന്നെ പിന്തുണയ്ക്കാം എന്ന മട്ടിലാണ് അദ്ദേഹം നിൽക്കുന്നത്. പക്ഷേ കോൺഗ്രസ് അതൊരു രാഷ്ട്രീയമായി ഒരു 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 വലിയ ആയുധമായ രാഷ്ട്രീയത്തിന് കോൺഗ്രസ് അത് മാറിയിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതുവരെയുള്ള വിസ്മയങ്ങൾ പോലെയല്ല. ഐഷ പോറ്റിയുടെയും PK ശശിയുടെയും പോലുള്ള ഒരു വിസ്മയമല്ല, A സുരേഷിൻ്റെയും ഒക്കെ പോലുള്ള ഒരു വിസ്മയമല്ല ഈ വിസ്മയം എന്നുള്ളത്. ഒരു പ്രധാനപ്പെട്ട വിസ്മയമായി തന്നെ മാറുകയാണ്. CPM-ലെ ഏറ്റവും മുതിർന്ന നേതാവ്, ഒരു തരത്തിൽ ആലപ്പുഴയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരളത്തിലെ ഒരു ചരിത്രത്തിന്റെ ഭാഗമായ ഒരു ചരിത്രമാണ് അദ്ദേഹം. അപ്പോൾ ആ രൂപത്തിലുള്ള ഒരു നേതാവിനെ തന്നെ പിന്തുണയ്ക്കാൻ സാധിക്കുന്നു. ആ നേതാവ് തെരഞ്ഞെടുപ്പിൽ അവിടെ CPM-നെതിരെ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ഒരു പ്രത്യേകതയായി കാണുന്നത്. കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുകയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിർത്തിയില്ല എങ്കിൽ അത് എച്ച് സലാം വേഴ്സസ് ജി സുധാകരൻ എന്ന രൂപത്തിലൊരു തെരഞ്ഞെടുപ്പായി മാറുകയാണ് ചെയ്യുക. ഇനി നമുക്ക് ഈ ആലപ്പുഴയാണല്ലോ, ആലപ്പുഴ CPM-ന്റെ ഉറച്ച കോട്ടയാണല്ലോ എന്നൊക്കെ പറയുമ്പോൾ അവിടെ മാരാരിക്കുളത്ത് VS-നെ തോൽപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ജി സുധാകരൻ തന്നെ കായംകുളത്ത് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. ഇനിയിപ്പോൾ തദ്ദേശത്തിലെ കാഴ്ച, ഈ ഏറ്റവും ഒടുവിലത്തെ തിരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിലെ 27 വാർഡുകളാണ് അമ്പലപ്പുഴയിലുള്ള. 12 എണ്ണം LDF-ഉം 10 എണ്ണം UDF-ഉമാണ്. NDA 3, ഇനി സ്വതന്ത്ര 2. 5 പഞ്ചായത്തുകളിൽ 3 എണ്ണം LDF-ഉം 2 എണ്ണം UDF-ഉം ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്തിരി ഒരു 5000 വോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ വേണമെങ്കിൽ കാര്യങ്ങൾ മാറി മറിയാമെന്നുള്ളതാണ്. അപ്പോൾ അവിടെയുള്ള വോട്ട് എന്ന് പറയുന്നത് ഈഴവ വോട്ട് ഏറ്റവും കൂടുതൽ, പിന്നെ ധീവര വോട്ട്, ലത്തീൻ വോട്ട്, മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ട് ഒരു 15-20% വരും. ഈ വോട്ടുകളൊക്കെ പാർട്ടി വോട്ട് കൂടാതെയുള്ള കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ വോട്ടുകളൊക്കെ സമാഹരിക്കാൻ ഈ നാട്ടുകാരെയൊക്കെ പേര് പറഞ്ഞു വിളിക്കാനുള്ളൊരു ബന്ധം ജി സുധാകരനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധം എത്രത്തോളം ഗുണം ചെയ്യുന്നു? ഇനിയിപ്പോൾ VD സതീശൻ പറയുന്നത് പോലെ ഇപ്പോൾ CPM-ന്റെ ലൈനിനെതിരെ, CPM-ന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയം യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമല്ല എന്നും തീവ്ര വലത് രാഷ്ട്രീയത്തിലേക്ക് നീങ്ങിയെന്നൊക്കെ അഭിപ്രായമുള്ള പാർട്ടിയിലെ തന്നെ ജി സുധാകരനെ പിന്തുണയ്ക്കുന്ന, അല്ലെങ്കിൽ ജി സുധാകരൻ പറയുന്ന കാര്യങ്ങളെ പിന്തുണയ്ക്കുന്ന ഒരു വലിയ വിഭാഗത്തിന്റെ വോട്ട് കൂടി ഇതിലേക്ക് കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അത് പ്ലസ് കോൺഗ്രസ് വോട്ട് എന്ന രൂപത്തിൽ വരികയാണെങ്കിൽ ജി സുധാകരൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചേക്കാം. അങ്ങനെ വിജയിക്കുകയാണെങ്കിൽ CPM-ന് അത് വലിയ തിരിച്ചടിയാവുകയാണ്. CPM ഇപ്പോൾ തന്നെ 15 ഏരിയ കമ്മിറ്റികളും യോഗം ചേർന്നു തീരുമാനങ്ങൾ എടുക്കുന്നു. ജി സുധാകരനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവിടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആ റിപ്പോർട്ട് ചെയ്യലിൽ അദ്ദേഹത്തെ പറ്റി എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരുപോലുള്ള അഭിപ്രായം അഴിമതിയുടെ കറ പുരളാത്ത നേതാവ് എന്നുള്ളതാണ്. അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തിൽ എത്ര നല്ല മന്ത്രിയായിരുന്നെന്നും എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടാക്കിയിരുന്നു, അത് പാലങ്ങളായാലും റോഡായാലും അതൊരു നേട്ടമായി തന്നെ വിവരിക്കുന്നു. അതിൽ എതിർപ്പില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാലത്ത് ചില അഴിമതികൾ ഉണ്ടായിരുന്നു എന്ന രൂപത്തിലാണ് ഈ ഏരിയ കമ്മിറ്റികളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പുറത്തേക്ക് പറയാനല്ല, ഏരിയ കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ അത് അവിടെ നടക്കുന്നു. നാളെ ഇനി ഈ ലോക്കൽ കമ്മിറ്റികളുടെ യോഗം ചേരും. അത് കഴിഞ്ഞിട്ടാണ് മറ്റന്നാൾ രാഷ്ട്രീയ വിസ്തീർണ യോഗം. പിന്നീടൊരു ശക്തി പ്രകടനം, ഒരു 5000 പേരെ പങ്കെടുപ്പിച്ച് നേരത്തെ നമ്മുടെ പ്രതിനിധി പറഞ്ഞല്ലോ. അപ്പോൾ 5000 പേരെ പങ്കെടുപ്പിക്കുന്ന ഒരു യോഗം ആലോചിക്കുന്നു. അതിനുശേഷം ഒരു
രാഷ്ട്രീയ വിശദീകരണത്തിന് ശേഷം ഒരു വലിയ പ്രകടനം നടത്താൻ ആലോചിക്കുന്നു എന്നൊക്കെയുള്ളതാണ്. അപ്പോൾ പാർട്ടി അവിടെ ശക്തമാണ് എന്ന് കാണിക്കാനുള്ള നടപടികൾ ഇനിയുള്ള അങ്ങോട്ടുള്ള ദിവസങ്ങൾ CPM-ന്റെ ഭാഗത്തുണ്ടാകുന്ന പ്രതികരണം, ഇന്നിപ്പോൾ വളരെ സംയമനത്തോടു കൂടി പ്രതികരിച്ചിരിക്കുന്ന നേതാക്കൾ നാളെ അങ്ങനെ ആകണം പ്രതികരിക്കുക എന്നില്ല. ഇപ്പോൾ പാർട്ടി അണികൾ തന്നെ ഇപ്പോൾ തന്നെ വർഗ്ഗവഞ്ചകൻ എന്നുള്ള പോസ്റ്ററുകളൊക്കെ അവിടെ പതിച്ചു കഴിഞ്ഞു. അപ്പോൾ നാളെയൊക്കെ അതിന്റെ തുടർച്ചയും ആലപ്പുഴ, അമ്പലപ്പുഴ എല്ലാ ഭാഗങ്ങളിലും ആ ഒരു തുടർച്ചയുണ്ടാകും. നേരെ മറിച്ച് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് G. സുധാകരൻ ഉയർത്തി വിട്ടിരിക്കുന്ന ഈ വിവാദം, അല്ലെങ്കിൽ അദ്ദേഹം സ്വതന്ത്രനായി നിൽക്കുന്നു എന്നുള്ള തീരുമാനം, അത് കേവലം അമ്പലപ്പുഴയിൽ മാത്രമല്ല സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ഒരുപക്ഷെ മധ്യ കേരളത്തിലാകുകയും ചർച്ചയാകുകയും അത് ആ നിലയ്ക്ക് UDF-ന് നേട്ടമാകുകയും ചെയ്യും എന്നുള്ളതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ അവർക്ക് രാഷ്ട്രീയമായി അതൊരു പ്രധാനപ്പെട്ട ആയുധമാണ്. എന്താണോ G. സുധാകരനുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ G. സുധാകരൻ ഒരു പാർട്ടിയുമായിട്ടുള്ള ബന്ധം അദ്ദേഹത്തിന് പറയുന്നത് രക്തസാക്ഷി കുടുംബം എന്നുള്ളതാണ്. ആ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ ഭുവനേശ്വരൻ കൊല്ലപ്പെട്ടത് KSUവിന്റെ കത്തിക്കുത്തിലാണ് അദ്ദേഹം മരിക്കുന്നത്. പക്ഷേ അദ്ദേഹം പറയുകയാണത് ആ സമയത്തെ നായർ പ്രമാണിമാരായ ചില ഗുണ്ടകളായ ചില യുവാക്കൾ, അവരിൽ ചിലരൊക്കെ ഇപ്പോഴും NSSന്റെ ചില സ്ഥാനങ്ങളിലുണ്ട് എന്നുകൂടി അദ്ദേഹം ഇന്ന് ചേർത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതല്ലാതെ അത് KSU എന്ന രൂപത്തിലൊന്നും അത് കാണേണ്ടതില്ല എന്ന രൂപത്തിലേക്ക് അത് വരികയും മാത്രമല്ല കോൺഗ്രസും CPM സഹകരിക്കുന്ന ബംഗാളിനെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു, തമിഴ്നാടിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു, ഇന്ത്യ മുന്നണിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ രാഷ്ട്രീയത്തിൽ സ്ഥിരം ശത്രുക്കളില്ല എന്നുള്ള കാര്യം കൂടിയാണ് അദ്ദേഹം ഇന്ന് പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഈ രക്തസാക്ഷിത്വവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്നു ഈ കേസ് തോൽപ്പിച്ചത് പോലീസാണ് എന്ന് കോടതി പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപ്പീൽ പോകാൻ പാർട്ടി സഹായിച്ചിട്ടില്ല, വീട്ടിലെ ആഞ്ഞിലിമരം മുറിച്ച കാശ് കൊണ്ടാണ് അപ്പീൽ പോയത് എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ പാർട്ടിക്കെതിരെയുള്ള ചില കാര്യങ്ങളായി മാറുകയാണ്. ഇതിലൊക്കെ എങ്ങനെയാണ് പാർട്ടി മറുപടി പറയുക എന്നറിയില്ല. ഇന്നിപ്പോൾ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാണല്ലോ പ്രതിഷേധം തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നാളെ അതിൻ്റെ തുടർച്ചയുണ്ടാകും. അപ്പോൾ ആരാണ് ശരി ആരാണ് തെറ്റ് എന്നുള്ളതല്ല, ഇത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമാണ്. ഈ രാഷ്ട്രീയത്തിൽ ആർക്ക് ഈ രാഷ്ട്രീയം ഗുണം ചെയ്യും, അല്ലെങ്കിൽ ഈ രാഷ്ട്രീയ സാഹചര്യം ആർക്ക് ഗുണം ചെയ്യും എന്ന് നോക്കിയാൽ ഇപ്പോൾ ഇത് കോൺഗ്രസിന് അനുകൂലമായൊരു സാഹചര്യമാണ് എന്ന് വേണം കരുതാൻ. കൈ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. ഇന്നു മുതൽ G. സുധാകരൻ ഒരു സഖാവല്ലാതായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സഹൃദയർ പറയുന്നത്. സഖാവ് എന്നുള്ളൊരു വിളിപ്പേര് ഒരു സംഘടനയ്ക്കൊപ്പം ചാർത്തുന്നതാണ്. ഒരാൾക്ക് ഒറ്റയ്ക്കൊരിക്കലും ഒരു സഖാവായി നിൽക്കാൻ കഴിയില്ല. അയാൾക്ക് തോന്നാം ഞാനൊരു സഖാവിൻ്റെ ലക്ഷണങ്ങളുള്ളയാളാണ്, പക്ഷേ നിങ്ങൾ വിശ്വസിക്കുന്നൊരു പ്രസ്ഥാനത്തിനോടൊപ്പം നിൽക്കുമ്പോഴാണ് അയാൾ ഒരു സഖാവായി തീരുന്നത് എന്നുള്ളതാണ്. ഞാൻ കോടിയേരി ബാലകൃഷ്ണൻ്റെ വാക്കുകൾ ഓർമ്മിക്കുകയായിരുന്നു. ഒരു പഞ്ചായത്ത് മെമ്പറോ സഹകരണ ബോർഡ് മെമ്പറോ ഏതെങ്കിലും തരത്തിലുള്ള പാർട്ടി പദവികളോ ഒന്നുമില്ലാതെ 5 ലക്ഷത്തോളം വരുന്ന പാവപ്പെട്ട പാർട്ടിയിലെ അംഗങ്ങളാണ് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ കരുത്ത്, CPM എന്ന് പറയുന്ന പാർട്ടിയെ നിലനിർത്തുന്നത്. ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ 5 ലക്ഷത്തോളം ആളുകൾ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്നുണ്ട്. പക്ഷേ അതിൽ മുതിർന്ന നേതാക്കളുണ്ട്. ആ നേതാക്കൾ ആദരിക്കപ്പെടണം, അംഗീകരിക്കപ്പെടണം എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. എനിക്ക് ഈ വിഷയത്തിലുള്ളത് 2 വ്യത്യസ്ത നിലപാടുകളാണ്. ഒന്ന്, ഇന്നത്തെ G. സുധാകരൻ പറഞ്ഞ കാര്യങ്ങളോട് വസ്തുതാപരമായി ഒരു വിശകലനം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നു കുറഞ്ഞ സമയം കൊണ്ട്. 2, പാർട്ടി യഥാർത്ഥത്തിൽ G. സുധാകരനെ വേണ്ടത്ര അംഗീകരിച്ചിരുന്നോ എന്നൊരു ചോദ്യമുണ്ട്. ഈ 2 ചോദ്യങ്ങൾക്കുമാണ് ഉത്തരം. മൂന്നാമത്തതാണ് കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ പിന്തുണയ്ക്കുമോ, എന്താണ് അദ്ദേഹത്തിന് സംഭവിക്കാൻ പോവുക എന്നുള്ളത്. ആദ്യത്തെ കാര്യത്തിലേക്ക് വന്നാൽ യഥാർത്ഥത്തിൽ ഈ G. സുധാകരൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം പാർട്ടി G. സുധാകരൻ എന്താണ് നൽകിയത്? നിശ്ചയമായും G. സുധാകരൻ പാർട്ടിക്ക് സംഭാവന നൽകിയിട്ടുണ്ട്. 63 വർഷത്തിൻ്റെ രാഷ്ട്രീയ ജീവിതം അത് ഓർമ്മപ്പെടുത്തുന്നു. 4 പതിറ്റാണ്ടിൻ്റെ ജില്ലാ കമ്മിറ്റിയിലെ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത് ഓർമ്മപ്പെടുത്തുന്നു. അത് ഒരു തരത്തിൽ സംസ്ഥാന കമ്മിറ്റിയിലെ അംഗത്വം അത് ഓർമ്മപ്പെടുത്തുന്നു. പക്ഷേ പാർട്ടിക്ക് അദ്ദേഹം കൊടുത്തതുപോലെ തന്നെ പാർട്ടിയും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ആലോചിക്കുകയായിരുന്നു, അദ്ദേഹം വഹിച്ച പദവികൾ. അദ്ദേഹം SFIയുടെ ആദ്യത്തെ അഖിലേന്ത്യാ പ്രസിഡൻ്റാണല്ലോ. അതിനുശേഷം ഇങ്ങോട്ട് വോട്ടവകാശം കിട്ടിയ നാൾ മുതൽ ഏതെങ്കിലും ഒരു പാർട്ടി പദവിയിലോ ഏതെങ്കിലും ഒരു പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതലകളിലോ അല്ലാതെയായി ഏതെങ്കിലും ഒരു വർഷം അദ്ദേഹം ഇരുന്നിട്ടുണ്ടോ എന്നെനിക്ക് സംശയമാണ്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. ഞാൻ അദ്ദേഹത്തെ സുധാകരൻ സർ എന്നാണ് വിളിക്കാൻ ആഗ്രഹിക്കുന്നതും ഞാൻ മനസ്സുകൊണ്ട് വിളിക്കുന്നതും അങ്ങനെയാണ്. നേരിട്ട് സംസാരിക്കുമ്പോഴും സുധാകരൻ സാർ എന്നാണ് വിളിക്കുക. കാര്യം പാർട്ടി ക്ലാസ്സുകളിൽ കൃത്യമായ മാർക്സിസ്റ്റ് ലെനിനിസം എന്താണ് എന്ന് വ്യക്തമായിട്ട് പറയുന്നയാളാണ് സുധാകരൻ സാറ്. അപ്പോൾ സുധാകരൻ സാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കിയാണ് പാർട്ടിയിലെ അംഗങ്ങൾക്കൊരു വ്യക്തത വരുത്തുന്നത്. അതും ഉദാഹരണ സഹിതമാണ് കാര്യങ്ങൾ വിശദീകരിക്കുക. മണിക്കൂറുകളോളം ആ ക്ലാസ്സിൽ ഇരുന്നവരുണ്ട്. അവരിൽ പലരെയും പക്ഷേ ഇന്ന് അദ്ദേഹം നിരാശപ്പെടുത്തി. അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ഏറ്റവും ഒടുവിൽ പറയാം.
ജി സുധാകരന് വഹിച്ച പാർട്ടി പദവികൾ ഞാനൊന്ന് കണക്കെടുത്ത് നോക്കുകയായിരുന്നു. എന്തൊക്കെയാണ് ജി സുധാകരൻ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ വഹിച്ചത്? ശരിയാണ്, വി എസ് അച്യുതാനന്ദൻ 9 തവണയോളം നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട്. പക്ഷേ അതിനും അപ്പുറമുള്ള പരിഗണന യഥാർത്ഥത്തിൽ ആലപ്പുഴയിൽ നിന്ന് ജി സുധാകരന് കിട്ടിയിട്ടുണ്ടോ എന്നതാണ് ചോദ്യം. 4 തവണ MLA ആയ, 2 തവണ മന്ത്രിയായ ജി സുധാകരനാണ്. പക്ഷേ അതും അല്ലാതൊരു ചരിത്രം കൂടി ജി സുധാകരനുണ്ട്. എന്താണ് ആ ചരിത്രം? ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു ജി സുധാകരൻ. ആലപ്പുഴയിലെ ജില്ലാ കൗൺസിൽ അധ്യക്ഷനായിരുന്നു. ഇനി അതുകൂടാതെ അമ്പലപ്പുഴയിലെ നഗരസഭയിൽ അദ്ദേഹത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം ജീവിക്കുന്നത് ഒരു പഞ്ചായത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചാരുമൂടിലാണെന്ന് തോന്നുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ വോട്ട് അമ്പലപ്പുഴയിലേക്ക് മാറ്റുകയും അമ്പലപ്പുഴയിൽ നിന്ന് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും അമ്പലപ്പുഴയിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവ്, അന്ന് അധികാരം കിട്ടിയില്ല, അന്ന് നഗരസഭയിൽ, അമ്പലപ്പുഴ നഗരസഭയിലാണെന്ന് തോന്നുന്നു, അദ്ദേഹം പ്രതിപക്ഷ നേതാവായി കൂടി പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ പാർലമെൻ്ററി രാഷ്ട്രീയത്തിൽ നമ്മൾ MLA എന്ന നിലയിൽ മാത്രമല്ല, തദ്ദേശ സ്ഥാപനത്തിൽ പോലും അദ്ദേഹം ജില്ലാ കൗൺസിൽ മത്സരിക്കുക കൂടാതെ നഗരസഭയുടെ പ്രതിനിധിയായും പ്രതിപക്ഷ നേതാവായിട്ടും ഇരുന്നിട്ടുണ്ട്. തീർന്നില്ല. കേരള സർവകലാശാലയിൽ 1984 മുതൽ 95 വരെയുള്ള 11 വർഷക്കാലം അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്നു. അദ്ദേഹം ആ സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന കാലയളവിൽ ഫിനാൻസ് കമ്മിറ്റി എന്ന സർവകലാശാലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗം കൈകാര്യം ചെയ്തു. സമിതിയുടെ അധ്യക്ഷനായിരുന്നു. ഫിനാൻസ് കമ്മിറ്റിയാണ് യഥാർത്ഥത്തിൽ സർവകലാശാലയിലെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും നോക്കി നടത്തുക. അതായത് ആ ഏറ്റവും ഉയർന്ന സിൻഡിക്കേറ്റ് മെമ്പറാണ്. 11 വർഷത്തിൽ 5 വർഷവും. അപ്പോൾ 11 വർഷം സിൻഡിക്കേറ്റ് മെമ്പറായിരുന്ന, 5 വർഷത്തോളം അമ്പലപ്പുഴ നഗരസഭയിലുണ്ടായിരുന്ന, അവിടെ പ്രതിപക്ഷ നേതാവായിരുന്ന, ജില്ലാ കൗൺസിലിൽ ആലപ്പുഴയുടെ ജില്ലയുടെ അധ്യക്ഷനായിരുന്ന, 4 തവണ നിയമസഭയിലേക്ക് എത്തിയ, 5 തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച, 2 തവണ മന്ത്രിയായ ജി സുധാകരൻ ഇക്കുറി വീണ്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുന്നു എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ വാസ്തവം. അപ്പോൾ ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്ത സ്ഥാനമാനങ്ങളല്ലേ? അതറിയണമെന്നുണ്ടെങ്കിൽ ഇന്നലെ മലപ്പുറത്ത് നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ ഇ.എൻ. മോഹൻദാസ് എന്ന് പറയുന്ന ജില്ലാ സെക്രട്ടറിയെ കുറിച്ച് കൂടി അറിയണം. അദ്ദേഹത്തിന് ഒരു പദവിയും കൊടുത്തിട്ടില്ല. ആ അർത്ഥത്തിൽ പാർട്ടി ജി സുധാകരന് കൊടുത്തതിൻ്റെ 10-1 100 പോലും പാർട്ടി ആ രീതിയിൽ പാർലമെന്ററി തലത്തിൽ അദ്ദേഹത്തെ പരിഗണിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹം നിറഞ്ഞ മനസ്സോടെയാണ് ഭൂമിയിൽ നിന്ന് യാത്രയാവുന്നത്. അവിടെയാണ് കോടിയേരിയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. എന്താണ്? ഒരു ബോർഡ് മെമ്പറോ ഒരു പഞ്ചായത്ത് മെമ്പറോ പോലും ആകാതെ ഈ പാർട്ടിയുടെ കൊടിക്ക് കീഴിൽ അണിനിരക്കുന്ന 5 ലക്ഷം മനുഷ്യരിലാണ് ഈ പാർട്ടിയുടെ കരുത്ത് എന്നുള്ളത്. ഇത് മനസ്സിലാകാത്തയാളല്ല ജി സുധാകരൻ സാറ്. സുധാകരൻ സാറിന് തന്നെ അറിയാം, ഈ പാർട്ടിയിൽ നിൽക്കുമ്പോഴാണ് ജി സുധാകരൻ സാർ തന്നെ ഉപയോഗിച്ച പദപ്രയോഗമുണ്ടല്ലോ, പിണറായി സഖാവ് പലപ്പോഴും ഉപയോഗിച്ച പദപ്രയോഗം, ബക്കറ്റിൻ്റെ തിരയ്ക്ക് കടലിലെ തിരയുടെ ശക്തി ഉണ്ടാവില്ല. അത് പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോഴാണ്. അദ്ദേഹം തന്നെ പലപ്പോഴും പാർട്ടി ക്ലാസ്സുകളിൽ ഉദ്ധരിക്കുന്ന വാക്കുകൾ മാർക്സിസ്റ്റിൻ്റെ വളരെ പ്രധാനപ്പെട്ട വാക്കുകളല്ലേ. ഇറ്റ് ഈസ് നോട്ട് ദ കോൺഷ്യസ്നസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദർ എക്സിസ്റ്റൻസ് ബട്ട് എക്സിസ്റ്റൻസ് ദാറ്റ് ഡിറ്റർമൈൻസ് ദ കോൺഷ്യസ്നസ്. സാഹചര്യങ്ങളിൽ നിങ്ങൾ നിൽക്കുമ്പോഴാണ് നിങ്ങൾ പാർട്ടിയായി മാറുന്നത്. നിങ്ങളുടെ ആശയങ്ങൾ ഒറ്റയ്ക്ക് നിങ്ങളെ സൃഷ്ടിക്കുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ ജി സുധാകരനിൽ കണ്ടത്, ജി സുധാകരൻ തന്നെ പഠിപ്പിച്ച പാർട്ടി ക്ലാസ്സിലെ പാഠങ്ങൾ ജി സുധാകരൻ മറക്കുന്നതാണ്. അദ്ദേഹം പാർട്ടി വിട്ടിട്ട് പറയുന്നു, ഞാൻ സ്വതന്ത്രനായി മത്സരിക്കാൻ പോകുന്നു. സ്വതന്ത്രൻ എന്നൊരു പദപ്രയോഗം യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമല്ലേ സഖാവേ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. എന്നിട്ട് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാനും നിങ്ങൾക്ക് സ്വതന്ത്രനായിരിക്കാനും കഴിയുക എന്നുള്ളതല്ലേ ഏറ്റവും വലിയ വൈരുദ്ധ്യം. മാനവികനാകാൻ BJPയിൽ ചേരുന്നത് പോലെ, മതേതരനാകാൻ ലീഗിൽ ചേരുന്നത് പോലെ, നിങ്ങൾക്ക് കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ UDFിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കണമെന്ന് പറയുന്നതിലല്ലേ വൈരുദ്ധ്യം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ ചോദ്യം. ഇതെങ്ങനെയാണ് ജി സുധാകരൻ ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുകയെന്ന് നിശ്ചയമില്ല. അതിന് അദ്ദേഹം മറുപടി പറയുന്നത് എന്താണെന്നറിയോ? അമ്പലപ്പുഴയുടെ വികസനത്തിനു വേണ്ടി, കേരളത്തിന് വേണ്ടി ഞാൻ പോരാടാൻ വേണ്ടി ഇറങ്ങുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ജി സുധാകരൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ എല്ലാവരുടെയും ഒരു ധാരണ, എനിക്ക് ശേഷം പ്രളയം, അങ്ങനെ ഒരു നേതാവിന് തോന്നിയാൽ ആ പ്രസ്ഥാനം അന്നേക്കുമായി അവസാനിച്ചു എന്നുള്ളതാണ്. ഈ പ്രസ്ഥാനത്തിൽ അങ്ങായി വളർത്തിക്കൊണ്ടുവന്ന ശ്രീധരനെ പോലെ, അങ്ങ് അടക്കമുള്ളവർ കൈപിടിച്ചുയർത്തിയ മുതിർന്ന നേതാക്കളെ പോലെ അങ്ങ് കൊണ്ടുവന്നതാണ്. നാസറാണെങ്കിലും സലാമാണെങ്കിലും ബാക്കിയുള്ള നേതാക്കളാണെങ്കിലും എല്ലാം. ഇനിയും അങ്ങ് തന്നെ കൈപിടിച്ചുയർത്തേണ്ട നേതാക്കളുടെ നിരയുണ്ടായിരിക്കെ അങ്ങ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന ഒരൊറ്റ കേവല ലക്ഷ്യത്തോടു കൂടിയാണ് വന്നത്. ബാക്കിയെല്ലാം വ്യക്തിപരമായ യുഗയിൽ പാർട്ടിയിൽ നിന്ന് അങ്ങേക്ക് നേരിടേണ്ടി വന്ന ചില അനുഭവങ്ങളുണ്ട്. അതൊന്നും ശരിയാണ് എന്ന് എനിക്ക് അഭിപ്രായമില്ല. പലപ്പോഴും അതൊക്കെ പല ഘട്ടങ്ങളിലും ഒത്തുതീർപ്പാക്കേണ്ടതായിരുന്നു. പാർട്ടി കുറച്ചുകൂടി അദ്ദേഹത്തിൻ്റെ വൈകാരികതയെ മനസ്സിലാക്കണമായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം പാർട്ടി വിടുമ്പോൾ സംഭവിക്കുന്നത് അതാണ്. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. പാർട്ടി ഇപ്പോൾ ജി സുധാകരൻ പറഞ്ഞത് നമ്മൾ കേട്ടുള്ളൂ. പാർട്ടിയും അദ്ദേഹത്തിനെതിരെ ചില കാര്യങ്ങൾ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഉയർന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോകുന്നത്, പല പാർട്ടി നേതാക്കളുമായിട്ട് സംസാരിക്കുമ്പോൾ പറയുന്നത്, അദ്ദേഹം ഇനി ഈ കമ്മിറ്റിയിലിരിക്കുമ്പോൾ പാർട്ടിയെ പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയ പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലേക്ക് പോകുമ്പോൾ ജി സുധാകരൻ അത് നടത്തുമോ എന്ന് പാർട്ടിക്ക് തന്നെ ആശങ്കയുള്ള പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ മാത്രം പറയാം. H. സലാം അവിടെ MLA ആയതിനു ശേഷം 10 തവണ ജി സുധാകരനെ പരിപാടികൾക്ക് നേരിട്ട് ക്ഷണിച്ചു എന്നാണ് പറയുന്നത്.
ഒരൊറ്റ പരിപാടി ജി സുധാകരൻ പങ്കെടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ സുധാകരൻ സാറിന് തിരുത്താം. 11ാമത്തെ തവണ രേഖാമൂലം എച്ച് സലാം എഴുതി കൊടുത്തു എന്നാണ് പറയുന്നത്. അതായത് രേഖാമൂലം കൊടുക്കുമ്പോൾ രേഖാമൂലം മറുപടി കൊടുത്തു. ഞാൻ ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല. എന്തുകൊണ്ടാണ് സഖാവ് അങ്ങനെ പങ്കെടുക്കാതിരുന്നത്? അതിനുശേഷമല്ലേ പിന്നീട് പാർട്ടി പരിപാടികളിൽ നിന്ന് മാറുന്നത്? നമ്മൾ വലിയ രീതിയിൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഏരിയ സമ്മേളനത്തിൽ അദ്ദേഹത്തിനെ പങ്കെടുപ്പിച്ചില്ല എന്ന് നമ്മൾ പറഞ്ഞു. നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. പക്ഷേ പ്രേക്ഷകർക്കറിയുമോ, അതിനു മുൻപ് 2 ഏരിയ സമ്മേളനങ്ങൾ നടന്നു. അദ്ദേഹം സംസ്ഥാന സമിതി അംഗമായിരിക്കുമ്പോൾ അതിലൊന്ന് ഉദ്ഘാടനം ചെയ്തത് എളമരം കരീമാണ്. പുന്നപ്രയിൽ വെച്ച് നടന്ന അമ്പലപ്പുഴ ഏരിയ സമ്മേളനത്തിലാണ്. ആ 2 സമ്മേളനത്തിലും സംസ്ഥാന സമിതിയിൽ അംഗമായിരിക്കവേ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. അതിനുശേഷം അദ്ദേഹം പങ്കെടുക്കാതിരിക്കുന്നത്, സ്വമനസാലെ പങ്കെടുക്കാതിരിക്കുന്നത് ആരും അറിയില്ല. പക്ഷേ ക്ഷണിക്കാതെ വരുമ്പോൾ അത് പുറത്തറിയുന്ന ഒരു പ്രതിഭാസം അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും വാസ്തവമാണ്. ഇത് വാസ്തവം അറിയണം എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ 2 സൈഡും പറയുന്നതാണ്. അതിനുശേഷം നോക്കൂ, പല ഘട്ടങ്ങളിലായിട്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിനെതിരെ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നല്ലോ. അതിൽ അദ്ദേഹം ഇന്ന് എളമരം കരീമിനെ കുറ്റപ്പെടുത്തുന്നത് എന്തായിരുന്നു? അതിലെ പ്രധാനപ്പെട്ട 2, അതിലൊരെണ്ണം ഗുരുതരമായിട്ടുള്ളൊരു ചാർജാണ്. SDP പ്രവർത്തകർ എച്ച് സലാമിനെതിരെ പോസ്റ്റർ ഒട്ടിച്ചപ്പോൾ വേണ്ട വിധത്തിൽ പ്രതിരോധിച്ചില്ല എന്നുള്ളതാണ്. പ്രതിരോധിച്ചതിൻ്റെ ഒരു തെളിവ് പുറത്തു വന്നാൽ ആ കമ്മീഷൻ റിപ്പോർട്ട് അസാധുവാവില്ലേ? അതൊന്ന്. രണ്ടാമത്തത്, സാമ്പത്തികമായിട്ടുള്ളൊരു കാര്യം കൂടി അതിനകത്ത് പരാമർശിച്ചിരുന്നു. അധികമാരും ചർച്ച ചെയ്യാതെ പോയ വിഷയമാണ്. ഞാനതിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നില്ല. സാമ്പത്തിക കാര്യം ജില്ലാ കമ്മിറ്റിയുമായി ആലോചിച്ചില്ല എന്നുള്ളതായിരുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തത്, അദ്ദേഹത്തിൻ്റെ സമയത്ത് അമ്പലപ്പുഴ അസാമാന്യമായ നേട്ടം കൈവരിച്ചിട്ടുണ്ട്. പക്ഷേ ആ വികസനങ്ങളെല്ലാം എച്ച് സലാമിന് ഗുണകരമാകുന്ന രീതിയിൽ വീടുകളിലേക്ക് എത്തിക്കുന്ന ഒരു വികസന രേഖ, വികസന ഡോക്യുമെന്റ് അത് ജി സുധാകരൻ പുറത്തിറക്കിയില്ല. അദ്ദേഹം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റതാണ്. എന്നിട്ട് എച്ച് സലാം വിജയിക്കും എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹം പുറത്തിറക്കിയിട്ടില്ല എന്നുള്ളതാണ് പാർട്ടിയിൽ നിന്ന് ലഭിക്കുന്ന സോഴ്സുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇത്തരം ഗുരുതരമായ കാര്യങ്ങൾ കൂടി അവിടെ അമ്പലപ്പുഴയിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് മാത്രമേ നമുക്കൊരു പൂർണ്ണ വിശകലനത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ UDF-ലേക്ക് പോവുക, അതൊരു ബൂർഷ്വാ സംവിധാനത്തിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായി മത്സരിക്കുക എന്നുള്ളത് മാനവികനാകാൻ നിങ്ങൾ BJP-യിലേക്കോ സംഘപരിവാറിലേക്കോ പോകുന്നത് പോലെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഇനി മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. കോൺഗ്രസ് ഇദ്ദേഹത്തെ തുണയ്ക്കുമോ എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിലെത്താൻ വേണ്ടി ഈ വിസ്മയമായി ജി സുധാകരനെ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ഇത് KC വേണുഗോപാലിന് അറിയാം, രമേശ് ചെന്നിത്തലയ്ക്ക് അറിയാം, ലിജുവിനും അറിയാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്തുണയ്ക്കും. ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ സ്വതന്ത്രനായി നിൽക്കുന്ന ഘട്ടത്തിൽ പിന്തുണയ്ക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ അതിനുശേഷം എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി എന്നത് എന്നെ ആശങ്കപ്പെടുത്തുന്ന ഒരു ഘടകമാണ്. അതിന് തൊട്ടുമുന്നിൽ നമ്മുടെ മുമ്പിൽ ചരിത്രങ്ങളില്ലേ? എന്താണ് KR ഗൗരിയമ്മയ്ക്ക് ആലപ്പുഴയിൽ നിന്ന് തന്നെ സംഭവിച്ചത്? ഒടുവിൽ KR ഗൗരിയമ്മ UDF പാളയം വിട്ട് LDF-ലേക്ക് തിരിച്ചു വരേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായില്ലേ? KR ഗൗരിയമ്മ 94-ൽ പാർട്ടി വിട്ട് CMP ഉണ്ടാക്കി പോയതിനു ശേഷം, JSS ഉണ്ടായി പോയതിനു ശേഷം 2006-ൽ അരൂരിൽ ജയിച്ചോ? ഇല്ല. 2011-ൽ ചേർത്തലയിൽ ജയിച്ചോ? ഇല്ല. ഈ UDF-ന്റെ കൂടെ പിന്തുണയോടുകൂടിയല്ലേ ഈ കാലുവാരിയത്? അതിലല്ലേ ഗൗരിയമ്മയ്ക്ക് നീരസമുണ്ടായിരുന്നത്? ഒടുവിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിച്ച് പോകേണ്ടി വന്നില്ലേ? കേരള മുഖ്യമന്ത്രിയായി ഉയർത്തിക്കാട്ടി ഇന്നും പകരം വയ്ക്കാൻ മറ്റൊരാളില്ലാതിരുന്ന ഗൗരിയമ്മ, KR ഗൗരിയമ്മ ആ ഘട്ടത്തിൽ പാർട്ടിയിൽ തന്നെ തുടർന്നിരുന്നെങ്കിലോ എന്ന ചോദ്യമുണ്ടല്ലോ. വലിയ ചോദ്യമാണ്. MV രാഘവൻ എന്താ സംഭവിച്ചത്? MV രാഘവൻ കേരളത്തിലെ പിണറായി വിജയനോടൊപ്പം തന്നെ എടുത്തു വയ്ക്കാൻ പറ്റിയ പേരല്ലേ? ഒരുപക്ഷെ അതിനൊരു പടി കൂടി മുന്നിൽ നിൽക്കാൻ പറ്റുമായിരുന്ന പേരായിരുന്നില്ലേ? പക്ഷേ MV രാഘവൻ എന്ത് സംഭവിച്ചു? MV രാഘവൻ ബദൽ രേഖയുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തു. പാർട്ടിയിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ടായി. അതിൽ ആ സമയത്ത് MV രാഘവൻ പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെടുമ്പോൾ അദ്ദേഹം പോയിട്ട് CMP രൂപീകരിക്കുന്നു. അദ്ദേഹം CMP രൂപീകരിച്ചതിനു ശേഷം പിന്നീട് എവിടെയൊക്കെയാ പരാജയപ്പെട്ടത് നോക്കൂ. 93 അദ്ദേഹം വിജയിച്ചു. 96-ൽ ആറന്മുളയിൽ, എനിക്കൊന്ന് കടമനിട്ടയോടാണെന്ന് തോന്നുന്നു, പരാജയപ്പെടുന്നു. 2006-ൽ പുനലൂരിൽ പരാജയപ്പെടുന്നു. K രാജുവിനോട് പരാജയപ്പെടുന്നു. 2011-ൽ നെന്മാറയിൽ V ചെന്താമരാക്ഷനോട് പരാജയപ്പെടുന്നു. അങ്ങനെ പരാജയപ്പെടേണ്ട ഒരാളായിരുന്നോ MV രാഘവൻ? അതെ, ഒടുവിൽ മണ്ഡലം പോലുമില്ല. ദാ നോക്കൂ, ഇപ്പോ ഉള്ള CMP-യുടെ നേതാവ് CP ജോണിന്റെ അവസ്ഥ എന്താ? CP ജോണിന് ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ തിരുവനന്തപുരം സെൻട്രൽ കിട്ടുമോ എന്ന് അറിയുമോ എന്നുള്ളതാണ്. ഇന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ തോമസ് ഐസക്കിനും ഒരുപടി മുകളിലാകുമായിരുന്നു ഈ പറയുന്ന CP ജോണിന്റെ സ്ഥാനമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്രമാത്രം പ്രത്യയശാസ്ത്ര വ്യക്തതയുള്ള മനുഷ്യനാണ് CP ജോൺ. പക്ഷേ അദ്ദേഹത്തിന് എന്തുകൊണ്ടോ പാർട്ടിയിൽ അദ്ദേഹത്തിന് ചോയ്സ് ആയിരിക്കാം. പക്ഷേ UDF-ലേക്ക് വന്നതിനു ശേഷം എന്ത് സംഭവിച്ചു എന്നതിന്റെ തെളിവാണ് ഗൗരിയമ്മയുടേത്, MV രാഘവന്റെ, ഇപ്പോൾ CP ജോണിൻ്റെത്. തീർന്നില്ല. സിന്ധു ജോയി പാർട്ടി വിട്ടിട്ട് പോയില്ലേ? കോൺഗ്രസിൽ ചേർന്നില്ലേ? ഒടുവിൽ എന്ത് സംഭവിച്ചു? സിന്ധു ജോയി കേരളത്തിലെ SFIയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റിന് എന്താ സംഭവിച്ചത്? ആലപ്പുഴയിൽ തന്നെയുള്ള മനോജിന്, KS മനോജിന് എന്താ സംഭവിച്ചത്? KS മനോജ് അന്ന് VM സുധീറിനെ പരാജയപ്പെടുത്തി പോയി. പിന്നീട് പാർട്ടിയിൽ നിന്ന് പുറത്തായതിനു ശേഷം KS മനോജ് ഇപ്പോഴും മത്സരിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന കാഴ്ചയല്ലേ കാണുന്നത്? അങ്ങനെ എത്രയെത്ര പേർ. ഏറ്റവും ഒടുവിൽ ദാ നിൽക്കുന്നു CC മുകുന്ദൻ. പാർട്ടിയെ വിശ്വസിച്ച് നാട്ടിക
പാർട്ടിയിൽ മത്സരിക്കാൻ വേണ്ടി തയ്യാറെടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. എങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഫോണിൽ വിളിച്ചു കൊടുത്ത അഷുറൻസിന്റെ പേരിൽ ഒടുവിൽ CC മുകുന്ദനെ ഇപ്പോൾ അവർ പിന്തുണയ്ക്കുന്നില്ല. നാട്ടികയിൽ കോൺഗ്രസ് അവരുടെ സ്ഥാനാർത്ഥിയെ നിർത്താൻ പോവുകയാണ്. ഇതാണ് കോൺഗ്രസിനോടൊപ്പം പോകുന്ന ഇടതുപക്ഷ അനുഭാവികളുടെ ചരിത്രം എന്ന് പറയുന്നത്. അങ്ങനെ ആ ചരിത്രം എപ്പോഴും അബ്ദുള്ളക്കുട്ടി നമുക്കറിയാമല്ലോ, ഒടുവിൽ കോൺഗ്രസിൽ മേൽവിലാസമില്ലാതെ BJP-യിൽ പോയി അഭയം തേടേണ്ടി വന്ന നേതാവാണ് AP അബ്ദുള്ളക്കുട്ടി. അങ്ങനെ നേതാക്കളുടെ ഒരു നീണ്ട നിരയുണ്ട് നമ്മളുടെ മുന്നിൽ. അതെല്ലാം ഒരുപക്ഷെ അറിയാത്തയാളല്ല സുധാകരൻ സാറ്. പക്ഷേ സുധാകരൻ സാർ എടുത്ത തീരുമാനം അങ്ങേയറ്റം ഖേദകരമാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ഒരിക്കൽ കൂടി പറയട്ടെ, ഒരു ബോർഡ് മെമ്പർ സ്ഥാനവും ഒരു PSC അംഗസ്ഥാനവും ഏതെങ്കിലും കമ്മീഷൻ സ്ഥാനവും ഏതെങ്കിലും ഒരു പഞ്ചായത്ത് അംഗവും ഏതെങ്കിലും നിയമസഭാ സീറ്റും മോഹിക്കാത്ത 5 ലക്ഷത്തിലധികം വരുന്ന മനുഷ്യർ ഈ പാർട്ടിയുടെ പിന്നിൽ കൊടി പിടിച്ച് നിൽപ്പുണ്ട് എന്നുള്ളതാണ് ഈ പാർട്ടിയുടെ കരുത്തെന്ന് പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണന്റെ വാക്കുകൾ വളരെ വളരെ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനെ സംബന്ധിച്ചും പ്രധാനപ്പെട്ടതാണ്. ജി സുധാകരൻ പങ്കെടുക്കാൻ പോകുന്ന ചടങ്ങിൽ ഏതെങ്കിലും ഒരു KSU പ്രവർത്തകൻ ഉണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ ജി സുധാകരൻ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമുണ്ട്. കാരണം ഇന്നാണ് അദ്ദേഹം ആ KSU എന്ന വാക്ക് അവിടെ ഉപയോഗിക്കാത്തത്. ഇതുവരെയും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നത് KSU DSU എന്നാണ്. ഭുവനേശ്വറിന്റെ കാര്യം പറയുമ്പോൾ ഏത് അഭിമുഖത്തിലും അദ്ദേഹം അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പറഞ്ഞത് ഒരു പറ്റം ഗുണ്ടകളാണ് കൊന്നത് എന്നാണ്. പന്തളം NSS കോളേജിൽ പ്രിൻസിപ്പലിന്റെ മുറിയുടെ സമീപത്ത് വെച്ച് നിലത്തടിച്ചാണ്, ഈ ചുമരിൽ ഇടിച്ചാണ് അദ്ദേഹത്തിൻ്റെ തലയിലെ തലച്ചോറ് കലക്കിക്കളയുന്നത് ജി ഭുവനേശ്വറിൻ്റെ. അന്ന് ആ ഡിസംബറിൽ എനിക്കൊന്ന് 1977 മറ്റോ ആണ് ജി ഭുവനേശ്വറിന് ഇത് സംഭവിക്കുന്നത്. അന്ന് അതിനുശേഷം ആ ജി ഭുവനേശ്വരൻ്റെ രക്തസാക്ഷിത്വത്തെ നമ്മളൊക്കെ ഒരുപാട് ജി സുധാകരൻ്റെ പേരിൽ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് അദ്ദേഹം എടുത്ത നിലപാട് അതിൽ നിരാശയുണ്ട് എന്നുള്ളതാണ്. സ്വന്തം അനുജൻ്റെ മരണത്തിൽ അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് എടുക്കേണ്ടിയിരുന്നു എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇന്നലെ ഏറ്റവും ഒടുവിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നൊരു മറുപടിയുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ സന്തോഷമാണ് എന്ന് പറയുന്നു. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വരുന്നതിൽ സന്തോഷമുണ്ട് എന്ന് പറഞ്ഞ് UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ജി സുധാകരൻ മത്സരിക്കുന്നതും മറ്റൊരു വൈരുദ്ധ്യമാണ്. ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരിക്കാൻ സ്വതന്ത്രനായ UDFിൻ്റെ പിന്തുണയോടുകൂടി ഒരു മണ്ഡലത്തിൽ മത്സരിക്കേണ്ടതുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണെന്ന് ഞാൻ കരുതുന്നു. കൈ തുണയ്ക്കുമോ എന്നാണ് ചോദ്യം. ഞാൻ ആൻഡ്രൂ അഗസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഫാക്ച്വൽ എൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ട്. 5 തവണ നിയമസഭ എന്നല്ല 7 തവണയാണ്. കുട്ടനാട് ഞാൻ വിട്ടുപോയി. ഞാൻ കായംകുളവും അമ്പലപ്പുഴയും മാത്രമേ കൂട്ടിയുള്ളൂ. കുട്ടനാട് അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട്. 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു K സുധാകരൻ എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ VSമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ 1-2 തവണ കുറവ് മാത്രമേ ഉള്ളൂ K സുധാകരന്. പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുമ്പോൾ ഈ കണക്കുകൂടി മുന്നിലുണ്ട്. ആൻഡ്രൂ ജി സുധാകരൻ അതെ അതെ ജി സുധാകരനെ പോലെയുള്ള കമ്മ്യൂണിസ്റ്റ് ഏറ്റവും മുതിർന്ന നേതാവ് പാർട്ടി വിടുമ്പോൾ പറയുന്ന ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ സത്യം പറഞ്ഞില്ലെങ്കിൽ എനിക്ക് അത്ഭുതമാണ് തോന്നിയത്. കാരണം കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അരച്ച് കലക്കി കുടിച്ചിരിക്കുന്ന ഒരാളാണ് ജി സുധാകരൻ. അദ്ദേഹമാണ് ഈ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മുഴുവൻ ക്ലാസ് എടുത്തിരുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം ക്ലാസ് എടുത്ത അദ്ദേഹമാണ്. 37 വർഷം അദ്ദേഹം ക്ലാസ് എടുത്തു. അപ്പോൾ അദ്ദേഹം പാർട്ടി വിടുന്ന സമയത്ത് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ചെറിയ കാര്യങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് മുതിർന്ന നേതാവ് പാർട്ടി വിടാൻ പറ്റുമോ എന്നുള്ളതാണ്. ഈ താൻ തളിച്ച് വളർത്തിയ മരത്തിൻ്റെ അടിയിലാണ് കത്തിവെക്കുന്നത് എന്നുള്ള കാര്യം അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെയുള്ള പ്രതികരണം നടത്തുന്ന സമയത്ത് ഇതെന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നതെന്നും കൂടെയുള്ള ഒരു കാര്യം. ഈ പാർലമെൻ്ററി മോഹം നേരത്തെ അരുൺ സാർ പറഞ്ഞതുപോലെ ഒരാളുടെ മനസ്സിൽ പാർലമെൻ്ററി മോഹം കയറിക്കഴിഞ്ഞാൽ അത് വലിയ ആപത്തിലേക്കാണ് കൊണ്ട് എത്തിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, 4 ടൈം MLA ആയി, 2 ടൈം മന്ത്രിയായി. അപ്പോൾ ഇങ്ങനെ ഒരു നേതാവ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ 80ാമത്തെ വയസ്സിൽ വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. ഈ 80 വയസ്സിൽ പോകുന്ന സമയത്ത് എന്താണ് പറയുന്നത്, കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം അവർക്ക് വിസ്മയമൊക്കെ ആവശ്യമുണ്ടാവാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണ്, കോൺഗ്രസ് പറയുന്ന കാര്യമാണ് എന്താണ്, ഞങ്ങളുടെ ഒരു വിസ്മയമാണ് ജി സുധാകരൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജി സുധാകരൻ ഈ കോൺഗ്രസുമായി ചർച്ച നടത്തിയിട്ടുണ്ടാവുമല്ലോ, ആ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ചർച്ച നടത്താൻ പാടുമോ? അങ്ങനെ ചർച്ച ചെയ്യാൻ പാടില്ലല്ലോ. അപ്പം കോൺഗ്രസിൻ്റെ ഒരു വിസ്മയമാകാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ഏറ്റവും മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് നിന്നുകൊടുത്തു എന്നുള്ളത് തന്നെ ഏറ്റവും വലിയൊരു ബാധകമായി കണ്ടുകൂടെ? അങ്ങനെ ഒരു നേതാവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ നേരത്തെ ജനങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും, കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് മനസ്സിലാക്കുന്നുണ്ടാവാം. അപ്പോൾ എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം അദ്ദേഹം തന്നെ എന്ന് പറഞ്ഞെന്നുള്ളതാണ്. മരിക്കുന്നത് വരെ ലെനിൻ റഷ്യയുടെ ഭരണാധികാരിയായിരുന്നു
എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മാനിഫെസ്റ്റോയിൽ. അങ്ങനെയാണ് മരിക്കുന്നത് വരെ കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരത്തിൽ തുടരുക എന്നുള്ളതാണ് പുള്ളീൻ്റെ മനസ്സിലുള്ളത്. അതാണ് അദ്ദേഹം ഒന്ന് പറഞ്ഞു. അത് മരിക്കുന്നത് വരെ ലെനിൻ അധികാരത്തിലുണ്ടായിരുന്നു. മാവോയും കാസ്ട്രോയും എല്ലാവരും അധികാരത്തിലുണ്ടായിരുന്നു മരിക്കുന്നത് വരെ. അപ്പോൾ മരിക്കുന്നത് വരെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് അധികാരത്തിലുണ്ടായിരുന്നു എന്ന് പറയുകയും ഞാൻ ഈ പറയുന്ന പിന്നെ എല്ലാ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളും അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ബാക്കി കമ്മ്യൂണിസ്റ്റുകാർ എന്ത് ചെയ്യണം? സാധാരണ അണികൾ എന്ത് ചെയ്യണം? ഈ അംഗങ്ങൾ എന്ത് ചെയ്യണം? പാർട്ടി അംഗങ്ങൾ എന്ത് ചെയ്യണം? ലോക്കൽ സെക്രട്ടറിമാർ എന്ത് ചെയ്യണം? എല്ലാ ലോക്കൽ സെക്രട്ടറിമാരും നാളെ രാവിലെ തീരുമാനിക്കുകയാണ് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആവാൻ തീരുമാനിച്ചാൽ അവസ്ഥ എന്താണ്? എല്ലാ ജില്ലാ കമ്മിറ്റി മെമ്പർമാരും ഞാൻ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആവും, ഞാൻ എല്ലാവരും പിന്നെ ഏരിയ കമ്മിറ്റി എല്ലാവരും വിചാരിക്കുകയാണ് ഞാനെല്ലാം ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ആവും എന്ന് തീരുമാനിച്ചാൽ അവസ്ഥ എന്താണ്? എല്ലാ ജില്ലാ സെക്രട്ടറിമാരും മന്ത്രിയാവും എന്ന് തീരുമാനിച്ചാൽ അവസ്ഥ എന്താണ്? അത് പ്രായത്തിന് അതിന് ശൈലിയില്ലാതെ അദ്ദേഹം ആദ്യകാലത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവായി എന്നുള്ളത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇന്നത്തെ കാലത്ത് വരുന്ന ഒരു ഡിവൈഎഫ്ഐൻ്റെ നേതാവ് വിചാരിക്കുകയാണ് ഞാൻ മുഖ്യമന്ത്രിയായിട്ട് അവസാനിപ്പിക്കുകയുള്ളൂ എന്ന് തീരുമാനിച്ചാൽ അവസ്ഥ എന്താണ്? ഇതിനാണെന്ന് പറയുന്നത് ഈ സ്വജനപക്ഷപാതം എന്ന് പറയുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർട്ടിനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന് ഏറ്റവും ചില്ലറ. അതിന് വലിയ മാനിഫെസ്റ്റോ ഒന്നും ആവശ്യമില്ല. അതിന് കമ്മ്യൂണിറ്റി പറ്റി മാനിഫെസ്റ്റോയും ഈ ഫീഡർ കാസ്ട്രോയും അതുപോലെ തന്നെ ലെനിനിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താഗതി ഒന്നും പറയേണ്ട കാര്യമില്ല. ഇതൊക്കെ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ സീറ്റ് തന്നില്ലെങ്കിൽ ഞാൻ വേറെ പാർട്ടിയിൽ പോയി മത്സരിക്കുന്നുള്ള സിമ്പിളായിട്ടുള്ള ഐഡിയോളജി മാത്രമേ ഇതിനകത്തുള്ളൂ. അത് കോൺഗ്രസ് ആവാം, അത് നാളെ രാവിലെ കോൺഗ്രസ് കൊടുത്തില്ലേ BJP ആവാം, അത് എല്ലാ സംവിധാനത്തിൻ്റെ അത് ഭാഗം ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമാണ്. എന്നിട്ട് പറയുന്ന കാര്യം എന്താണ്? അരുൺ സാർ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കമ്മ്യൂണിസ്റ്റായി സ്വതന്ത്രമായി മത്സരിക്കുന്നു. അങ്ങനെ കമ്മ്യൂണിസ്റ്റ് സ്വതന്ത്രമാകാൻ പറ്റിയ? കമ്മ്യൂണിസ്റ്റ് നേതാവ് എന്നുള്ളതല്ല, കമ്മ്യൂണിസ്റ്റ് അണി എന്നുള്ളതല്ല, ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ചിന്താഗതി മനസ്സിലുള്ള ഒരാൾക്ക് പോലും സ്വതന്ത്രമായി നിൽക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് 37 വർഷം പഠിപ്പിച്ച ജി സുധാകരനെ പോലെയുള്ള മുതിർന്ന നേതാവ് ഇങ്ങനെ പറയുന്നില്ല, ഔചിത്യം മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളെ പാർട്ടി വർഗ വച്ചവൻ എന്നേ വിളിക്കുള്ളൂ എന്നുള്ളത് സിമ്പിളായിട്ട് ചോദിച്ചാൽ മതി. അദ്ദേഹം തന്നെ പഠിപ്പിച്ച ഭാഷയിലാണെങ്കിൽ അങ്ങനെ ചിന്തിച്ചാൽ മതി എന്നുള്ളതാണ്. അപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ഞാൻ ഇനി അങ്ങ് ഇറങ്ങി പ്രവർത്തിക്കും എന്ന് പറഞ്ഞതിന് അർത്ഥമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കേരളത്തെ സംബന്ധിച്ച് ഉന്നമനത്തിലാണെങ്കിൽ ആ പാർട്ടിയെ തിരുത്താൻ പാർട്ടി ഉള്ളിൽ നിന്ന് പറയണം എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്കെതിരെ 25 പേജുള്ള റിപ്പോർട്ട് കരീം കൊടുത്തു എന്ന് പറഞ്ഞു. അപ്പം കരീമിൻ കൊടുത്തതിൽ അത് ഞാൻ തന്നെ അതിനോട് കൈ ഉയർത്തി നിന്നു എന്ന് പറയും. അവിടെ കൈ ഉയർത്തി നിൽക്കുകയല്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, എന്നെ നിങ്ങൾ അനാവശ്യമായി ക്രൂശിക്കുകയാണെങ്കിൽ അവിടെയാണ് പറയേണ്ടത്. ഞാൻ അവിടെ കൈ കൊടുത്ത് നിൽക്കല്ലോ വേണ്ടിയിരുന്നത്. അദ്ദേഹം 25 പേജിലുള്ള അദ്ദേഹം കൊടുത്ത് 25 പേജുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് റിപ്പോർട്ടില്ല എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒരു റിപ്പോർട്ട് ഏരിയ കമ്മിറ്റിയിൽ വായിക്കുന്ന സമയത്ത് ആ കമ്മിറ്റിയുടെ ഭാഗമായിരിക്കുന്ന ജി സുധാകരൻ ആ സമയത്ത് തന്നെ അത് എതിർക്കണ്ടേ? എനിക്കെതിരെ ഇങ്ങനെ റിപ്പോർട്ട് കൊടുക്കാൻ പാടില്ല, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തതെന്ന് അന്നത്തെ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. ആ സംസ്ഥാന കമ്മിറ്റി അംഗം എന്നുള്ള നിലയിൽ അദ്ദേഹം ചർച്ച ചെയ്യണ്ടായിരുന്നോ? അദ്ദേഹം പറയണ്ട. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ് ഈ മുഖ്യമന്ത്രി എന്നെ വിളിപ്പിച്ചിരുന്നു, മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു അതെന്താ അങ്ങനെ വന്നേ, നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. ആരാണ് മുഖ്യമന്ത്രി? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹത്തെ വിളിച്ച് ഈ കാര്യം സംസാരിച്ചു എന്നുള്ളതാണ് പറയുന്നത്. കേരളത്തിൽ അന്നത്തെ പാർട്ടി സെക്രട്ടറിയാണ് കോടിയേരി ബാലകൃഷ്ണൻ ആ കാര്യം അദ്ദേഹം അതോടുകൂടി അവസാനിപ്പിക്കേണ്ടായിരുന്നില്ലേ? അദ്ദേഹത്തിന് അതോടുകൂടി അത് ക്ലിയർ ആയില്ലെങ്കിൽ അന്ന് തന്നെ അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, കേരളത്തിലെ ഒരു പാർട്ടി പ്രവർത്തനം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അതിന് അന്നേ നിലപാടെടുക്കണ്ടേ? അന്ന് ഈ പുറത്തു പോകുന്ന സമയത്ത് ഇന്നാണോ അങ്ങനെ ഒരു കാര്യം പറയേണ്ടിയിരിക്കുന്നത്? നേരത്തെ അദ്ദേഹത്തിന് എതിർപ്പ് ഞാൻ പറയുന്നത് കാരണങ്ങൾ പലതുണ്ടാവാമെന്നേ. ഒരു കാരണങ്ങൾ പലതുണ്ടാവാം. ഇതുപോലെ അടിയന്തരാവസ്ഥക്കാലത്ത് ജയിലിൽ പോയി അടി കൊണ്ട് തുടങ്ങിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് വളർന്ന് അദ്ദേഹത്തെ പോലെ ആലപ്പുഴ പോലെ ഒരു ജില്ലയിൽ ഈ VS അച്യുതാനന്ദൻ്റെ ഒപ്പം അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ്റെ കൂടെ നിന്ന് വളർന്ന് പാർട്ടിയെ കെട്ടിപ്പടുത്തി ഈ ലെവലിലേക്ക് എത്തിച്ച ഒരു നേതാവ് പാർട്ടി വിട്ടു പോകുമ്പോൾ പറയുന്ന കാര്യങ്ങൾ വളരെ മൈന്യൂട്ടായ കാര്യങ്ങൾ. എന്നെ അവിടെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. കേരളത്തിലെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ആധികാരികത ഇപ്പോൾ ജി സുധാകരനെ പോലെ നേതാവിന് അറിയില്ലാഞ്ഞിട്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അറിയോ, ഓരോരുത്തരും മേടിക്കുന്ന സൈബർ ആക്രമണത്തിൻ്റെ 100-1 മേടിച്ചിട്ടില്ല. കാരണം നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരാൾ മേടിക്കുന്നതിൻ്റെ 100-1 വാങ്ങിയിട്ടില്ല ഈ ജി സുധാകരൻ എന്ന് പറയുന്ന നേതാവ് എന്നാണ് ഇന്നത്തെ കാലത്താണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലത്ത് അപ്പം ഇതുപോലും തരണം ചെയ്യാൻ പറ്റത്തില്ല. അത് വലിയ പ്രശ്നമാക്കി എടുത്തിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാനിപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടനായിരുന്നല്ലോ ഈ പറയുന്ന മമ്മൂട്ടി എന്ന് പറയുന്നത്. അദ്ദേഹം കഴിഞ്ഞ ഒരാഴ്ച മുന്നേ മേടിച്ച സൈബർ ആക്രമണത്തെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കേരളത്തിലെ 100-100 3.5 കോടി ജനങ്ങളുണ്ട്. 3.5 കോടി ജനങ്ങളുടെയും മനസ്സിലെ ഒരു വലിയൊരു മനുഷ്യനാണ്. ആ മനുഷ്യൻ അങ്ങനെ ഒരു സൈബർ ആക്രമണം കേൾക്കേണ്ട എന്തെങ്കിലും കാര്യം അദ്ദേഹം ചെയ്തോ?
ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്ത ഒരാൾ, അങ്ങനെ ഒരാൾ അദ്ദേഹത്തിന് കിട്ടിയ സൈബർ ആക്രമണത്തെ വെച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അപ്പം എന്നെക്കുറിച്ച് പോസ്റ്റ് ഇട്ടു എന്നിട്ട് മാത്രമല്ല അദ്ദേഹം മറുപടി പറയുന്നത് ഇതേ സൈബർ പേജിൽ വന്നിട്ടാണ്, ഇതേ ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ പേജിൽ വന്നിട്ടാണ് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നത്. അപ്പം എല്ലാത്തിനും ഒരു വൈരുദ്ധ്യം ഉണ്ട് എന്നുള്ളതാണ്, പോകുന്നതിനൊരു വൈരുദ്ധ്യം. അപ്പം സിമ്പിളായി ഇത് മലയാള ഭാഷയിൽ പറഞ്ഞാൽ ഇത്രേ കാര്യമുള്ളൂ. ജി സുധാകരൻ സീറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റായി തുടർന്നേനെ. സീറ്റ് കൊടുക്കാത്തതുകൊണ്ട് അദ്ദേഹം വേറൊരു പാർട്ടിയിൽ പോയി മത്സരിക്കുന്നു, അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് മത്സരിക്കുന്നു. അതിനേക്ക് അപ്പുറത്തേക്ക് ഇതിനെ കാണേ വേണ്ട. അപ്പം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആ വഴിക്ക് വിട്ടാൽ മതി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ആ വഴിക്ക് വിട്ടാൽ മതി. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇത്രയും 80 വയസ്സായി അദ്ദേഹം പോയി ഇപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുഴുവൻ സാത്വീകരിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ അദ്ദേഹം ആ വഴിക്ക് പോവുക എന്നുള്ളത് മാത്രം. അതിന് വലിയ പോസ്റ്റർ ഒട്ടിച്ച് ആ സംവിധാനത്തെ വലിയ ഇതൊന്നും ആക്കേണ്ട കാര്യമില്ല. കാരണം കേരളത്തിലെ കോൺഗ്രസിൽ പോയ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അരുൺ സാർ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ മതി, അവരെവിടെയാണ് അവസാനം എത്തിയത് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് നമ്മൾ പറയും ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വേറൊരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനാണ് അത് അവിടുത്തെ ഒരു രക്തസാക്ഷിയായി വന്നത്. ഈ കഴിഞ്ഞ 2 വർഷം മുന്നേ വരെ, അല്ലെങ്കിൽ 1.5 വർഷം മുന്നേ അദ്ദേഹം തന്നെയാണ് ഈ KSUവിൻ്റെയും പിന്നെ NSUവിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞ് ഇവരാണ് പിന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്തിയെന്നും അദ്ദേഹത്തിൻ്റെ രക്തസാക്ഷി മന്ദിരത്തിൽ ഇന്നും മുദ്രാവാക്യം വിളിക്കുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരൊക്കെ നിങ്ങൾ കാണണം. ഇന്നും ജി സുധാകരനാണ് പുറത്തു പോയെങ്കിലും അവർ പിന്നെ അദ്ദേഹത്തിൻ്റെ സഹോദരൻ കമ്മ്യൂണിസ്റ്റായി തുടരുന്നെന്ന് വിശ്വസിക്കുന്ന ആലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടെന്നുള്ള കാര്യം വിശ്വസിക്കുക. ഈ പുറത്തു വന്ന ആളുകളെ കുറിച്ച് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പറഞ്ഞല്ലോ വിസ്മയങ്ങളാണെന്ന്. ഞാനത് അവരെ എടുത്തു നോക്കിയായിരുന്നു. ജി സുധാകരൻ 7 തവണ നിയമസഭയിലേക്ക് മത്സരിച്ച് 4 തവണ വിജയിച്ചയാളാണ്. പാർട്ടി ജില്ലാ കമ്മിറ്റി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി. ഐഷ പൊറ്റി എത്ര തവണ മത്സരിച്ചെന്നറിയുമോ? 5 വർഷം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, 15 വർഷം MLA. എന്നിട്ടും ഒരു തവണ കൂടി മത്സരിക്കാനുള്ള ആഗ്രഹം കൊണ്ട് അപ്പുറത്തേക്ക് പോകുന്നു. എസ് രാജേന്ദ്രൻ 15 വർഷം MLA ആയിരുന്നതിന് ശേഷമാണ് ഒഴിവാക്കപ്പെട്ടപ്പോൾ BJPയിലേക്ക് പോകുന്നത്. CC മുകുന്ദൻ CPയുടെ സ്വന്തം തട്ടകത്തിൽ 5 വർഷം MLA ആയതിനു ശേഷമാണ് വീണ്ടും സീറ്റ് കിട്ടാത്ത സാഹചര്യത്തിൽ പാർട്ടിയുമായിട്ട് ഇടയുന്നത്. സീറ്റ് കിട്ടാതെ വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിടുന്നയാൾ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നൊരൊറ്റ ചോദ്യം മതി. പാർലമെന്ററി വ്യാമോഹവും ഭീരുത്വവുമാണ് നിങ്ങളെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എന്നെന്നും നശിപ്പിക്കുന്നത് എന്നുള്ളതാണ് കൃത്യമായ രാഷ്ട്രീയ വസ്തുത. ഇന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. ആ വാർത്ത എന്താണെന്നറിയോ? വയനാട്ടിലെ ഒരു MLA OR കേളുവാണ്, ഇപ്പോഴത്തെ മന്ത്രിയാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കാൻ വേണ്ടി മാനന്തവാടി സീറ്റ് CPM മാറ്റി വെച്ചേക്കാണ്. അദ്ദേഹം പറയുന്നത് അറിയോ? ഞാൻ മത്സരിക്കത്തില്ല, പിന്നെ എൻ്റെ കീഴിൽ വരുന്ന കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടി മാറിക്കൊടുക്കുകയാണ് എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ കേരളത്തിലുണ്ട്. കാരണം ഒരു പ്രാവശ്യം മന്ത്രിയായിട്ടുള്ളൂ കേട്ടോ, 2ാമത്തെ പ്രാവശ്യമാണ് MLA ആവുന്നത്. 2 പ്രാവശ്യം MLA ഒരു മന്ത്രിയായി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ് ഞാൻ വരുന്ന ഇനി എനിക്കിത് ആവശ്യത്തിനുണ്ട്. കാരണം എൻ്റെ ലൈഫിൽ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൽ നിന്നിലേക്ക് കിട്ടാൻ മാത്രമേ കിട്ടിയിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ ഈ സ്ഥാനത്ത് മാറിക്കൊള്ളു, വേറെ ആളുണ്ടെങ്കിൽ മത്സരം എന്തിനും പാർട്ടി പറയും നിങ്ങൾ മത്സരിക്കുക എന്ന് പറയും. അങ്ങനെ നേതാക്കന്മാർ കേരളത്തിൽ നമ്മൾ അത്ഭുതപ്പെടുത്തുന്നത് 37 വർഷം പാർട്ടി ക്ലാസ്സിലെടുത്ത ജി സുധാകരൻ കോൺഗ്രസ്സുകാരുടെ 2 പുകഴ്ത്തലിൽ വീണു പോയിട്ടുണ്ടെങ്കിൽ അത് എന്ത് ദുര്യോഗമാണെന്ന് ആലോചിക്കുകയെ. എതിർപക്ഷത്ത് നിൽക്കുന്ന പ്രതിലോമകാരികളായ വലതുപക്ഷ രാഷ്ട്രീയ ശക്തികൾ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ അതിൽ വീണു പോകാൻ പാടില്ലാത്ത ഒരാളല്ലേ കമ്മ്യൂണിസ്റ്റ് നേതാവ്? പക്ഷേ ഇന്നിപ്പോൾ അദ്ദേഹം ആരുടെയും പിന്തുണ സ്വീകരിക്കുമെന്ന മട്ടിലേക്കാണ് എത്തുന്നത്. നിർഭാഗ്യകരമാണ്. അത് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയിലുള്ള ജി സുധാകരൻ്റെ മാറ്റം എന്ന് പറയുന്നത്. പക്ഷേ സുധാകരൻ സാറ് പറഞ്ഞ പല ക്ലാസ്സിൽ ഇരുന്നവരൊക്കെ വളരെ ദുഃഖിതരാണ് എന്ന കാര്യത്തിലും സംശയമില്ല. നമുക്കെന്തായാലും ഇതിവിടെ അവസാനിപ്പിക്കാം. കൈ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. 3 പേർ പറയുന്നു കൈ തുണയ്ക്കും. ഞാൻ പറയുന്നു ഇത് തെരഞ്ഞെടുപ്പിൽ മാത്രമായുള്ള ഒരു തുണയാണ്. അതിനുശേഷം ജി സുധാകരനെ തുണയ്ക്കാനുള്ള ആവതൊന്നും ഈ പാർട്ടിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നോ എന്നാണ് പറയുന്നത്. യെസ് എന്ന് 3, നോ എന്ന് 1. Meet the editors.